പാലക്കാട് മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ 2 പേരെ പിടികൂടിയിരുന്നു. അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന്റെ കവാടവും വാതിലും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു. ദിവ്യാംഗനായ പൂജാരിക്ക് നേരെയും അതിക്രമമുണ്ടായി. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ജിഹാദികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായത്. ക്ഷേത്രത്തിലെ വിഗ്രഹം ഉൾപ്പെടെ ഇളക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം ഉണ്ടായത്. എൻ്റെ പുറകിലായി കാണുന്ന ശ്രീ പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാത്രിയുടെ മറവിൽ ഏകദേശം ഒരു മണിക്കാണ് ഈ അക്രമകാരികൾ എത്തി ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഫ്ലക്സ് ബോർഡുകൾ തകർക്കുകയും വാതിൽ തകർക്കുകയും വിഗ്രഹം എടുത്ത് വലിച്ചെറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഇവിടുത്തെ പൂജാരി താമസിക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വികലാംഗനായ വ്യക്തിയാണ്. ആ പൂജാരി താമസിക്കുന്ന വീടുണ്ട്. പൂജാരിയും പ്രായമായ അച്ഛനും അമ്മയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവർക്ക് നേരെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇന്നലെ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചൂരിയോട് സ്വദേശികളായ സജീർ, അതുപോലെ തന്നെ ഹംസ എന്നിങ്ങനെ 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പറയുന്നത് ഇതിൽ 2 പേരല്ല, ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്? ഹംസ, സജീർ എന്നാണ് പേരുകൾ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് രാത്രി ഇവിടെ ഉണ്ടായത് ആദ്യം വന്നത് 2 പേരാണ്. 2 പേര് വന്ന് ഏകദേശം വന്നത് 1 മണിക്കാണ്. 1 മണിക്ക് കഴിഞ്ഞ് 3 മണി വരെ ഇവർ ഇവിടെ അക്രമങ്ങൾ നടത്തിയിട്ട് ഏകദേശം 3 മണിക്കൂറോളം ആക്രമണം നടത്തിയിട്ട് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തൊട്ടടുത്തൊന്നൊരു വീട്, ആകെയുള്ളത് ഒരു വീട് മാത്രമാണ്. അവരിവിടെ പുറത്തിറങ്ങി അവരും പേടിച്ചിട്ട് ഇവരുടെ ആക്രമണം, ഇവരുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് മാരകായുധങ്ങൾ ഉണ്ടെന്നുള്ള പേടിച്ചിട്ട് അവരും പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് മൂന്നാമതൊരാൾ 3 മണിക്ക് മതി ഇനി മതി നിർത്തുക, ഇനി പോവാന്ന് പറഞ്ഞ് മൂന്നാമത് ഒരാൾ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിലോ പോലീസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടിലോ ഈ സംഭവം ഇതുവരെ ഈ നേരം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ഉണ്ടായ സംഭവം ഇവിടുത്തെ വാർഡ് മെമ്പറും കുറച്ച് ആൾക്കാരും കൂടിയും പോലീസുകാരനെ കൂട്ടി വന്ന് ഇവിടെ എന്തോ തീകോളം കണ്ടു. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ത്രീയുടെ അലർച്ച 1 മണിക്ക് രാത്രി 1 മണിക്ക് കണ്ടു എന്ന് പറഞ്ഞ് 2 മണിക്ക് ഒരു പോലീസുകാരനെയും കൂട്ടി വന്ന് ഇവിടെ ഇവരിനെ ബുദ്ധിമുട്ടിക്കേണ്ടത് അതിൻ്റെ തൊട്ട് തലേ ദിവസം. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. ഇവർ നിരന്തരമായിട്ട് അമ്പലത്തിനെതിരെ നിരന്തരമായിട്ടുള്ള ശല്യങ്ങൾ പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ വാർഡ് മെമ്പർക്കെതിരെ ഞങ്ങൾ വാർഡ് മെമ്പറുടെ പേരും വെച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണാണ് അന്നത്തെ ദിവസം ഇവിടെ രാത്രി ഉണ്ടായിരുന്നാണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് അന്ന് രാത്രി വന്ന് 3 മണിക്കൂർ ഇവർ ഇവിടെ ശരിക്കും ഒരു അക്രമ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനുശേഷം അവർ മൂന്നാമതൊരാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇവരെല്ലാവരും പറഞ്ഞിട്ടും പക്ഷേ ആ റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിലോ പോലീസിൻ്റെ റിപ്പോർട്ടിലോ ആ മൂന്നാമത്തെ ആളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇതെന്തോ ഒരു ഗൂഢാലോചന ഇതിലുണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് തന്നെ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് പക്ഷേ കാര്യക്ഷമമായിട്ട് അന്ന് പ്രവർത്തിച്ചു. പക്ഷേ അതിനുശേഷം പോലീസ് തീർത്തും ഒരു മെല്ലെ പോകുന്നതാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാവിൻ്റെ സെക്രട്ടറിയാണ്. സമിതിയുടെ ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് ആളുകളുണ്ട്. അവരെയും കൂടി വിളിച്ചത് കൊണ്ടുവരണം. ഇനി മേലാൽ ഇങ്ങനെ ഒരു നമ്മുടെ ക്ഷേത്രങ്ങളിലോ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ക്ഷേത്രങ്ങളിലോ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ല. അതിന് സമിതിയും ഐക്യവേദിയും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഇനി ഇവിടുന്ന് ഭാവി പ്രവർത്തനം എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഇന്ന് 11 മണിക്ക് ഇവിടെ കൂടിയിട്ട് ആലോചിച്ച് ഭാവി പ്രവർത്തനങ്ങൾ ശക്തമായ രീതിക്ക് നേരിടാൻ തീരുമാനിച്ചു. അരുൺ, വ്യക്തമാണ് മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെയുണ്ടായ വ്യക്തിയാണ് പൂജാരി. അതായത് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നത്.